2026 നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ തള്ളുവീരൻ ആരാന്ന് ചോദിച്ചാൽ ഞാൻ ആ തള്ളുവീരനെ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കിയത് അഖിൽ മാരാർ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ. സിനിമാ സംവിധായകനാന്നൊക്കെ പറയുന്നു. എനിക്ക് വലിയ സംഭവമൊന്നും തോന്നുന്നില്ല. പക്ഷെ തള്ളു കേട്ടാൽ അഗ്രഗണ്യനാണ്. അദ്ദേഹത്തിൻ്റെ കുറച്ച് തള്ളലുകളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്നത്. അദ്ദേഹം ആദ്യകാലത്ത് കോൺഗ്രസിനോട് താല്പര്യപ്പെട്ട് നിൽക്കുകയായിരുന്നൊക്കെയാണ് കേട്ടത്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാകാനൊക്കെ അദ്ദേഹം ഒരു ശ്രമമൊക്കെ നടത്തി. പക്ഷെ കിട്ടിയില്ല. കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം നേരെ ചാടിയത് അദ്ദേഹം കൊട്ടാരക്കരയെ മത്സരിക്കാനൊക്കെ ഇങ്ങനെ പ്ലാനിട്ടൊക്കെ നടന്ന വ്യക്തിയാണ്. കോൺഗ്രസിന് സീറ്റ് കൊടുത്തില്ല. അതിന് കോൺഗ്രസിൻ്റെ നേതൃത്വം വളരെ ബുദ്ധിമാന്മാരായതുകൊണ്ട് ഇങ്ങനെയുള്ള ചടാക്കിനെയൊന്നും മത്സരിപ്പിക്കാൻ താല്പര്യം എടുത്തില്ല. അദ്ദേഹം അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഉടനെ 2020 ചെന്ന് നമ്മുടെ തൃക്കാക്കരയിൽ ഉമാ തോമസിനെതിരെ മത്സരം നടത്തി. അങ്ങനെ അദ്ദേഹം വെട്ടിലായി. ഇപ്പൊ വലിയ തള്ളുവായിട്ട് അദ്ദേഹം ഇറങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ചില തള്ളലുകളാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒന്ന് അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. ആദ്യത്തെ തള്ളു നിങ്ങൾ കേട്ടു. എൻ്റെ കൊട്ടാരക്കരയിലെ സ്ഥാനാർത്ഥിത്വം വെട്ടിയത് കോൺഗ്രസിന്റെ സീനിയർ നേതാവായ കൊടികുന്നിൽ സുരേഷ് ആണ് എന്നാണ്. അതായത് എൻ്റെ ജയം ഭയന്നിട്ട്. എന്ത് വലിയ സംഭവമല്ലേ ഈ അഖിൽ മാരാർ. സമ്മതിച്ചു തരണം ഇവന്റെ തള്ളല്. അടുത്ത തള്ളല് കേട്ടു. എന്നെ പോലെ പ്രസിദ്ധനായ ഒരാളെ ഒഴിവാക്കാൻ വേണ്ടിയാണ് കോൺഗ്രസ് ഐഷാപൂറ്റിയെ പോലെ ദുർബലയായ ആളെ സ്ഥാനാർത്ഥിയാക്കിയത്. ആർ ബാലകൃഷ്ണ പിള്ളയെ പരാജയപ്പെടുത്തിയ ആളായി ഈ ഐഷാപൂറ്റി. ഇന്ന് ഓർക്കേണ്ടതാണ്. അതായി ഇവൻ പറയുന്നത്. മൂന്നാമത്തെ തള്ളല് കേട്ടു. കൊട്ടാരക്കരയിൽ ഞാൻ സ്വതന്ത്രനായി മത്സരിച്ചാൽ എനിക്ക് 40,000 വോട്ടുകൾക്ക് മുകളിൽ കിട്ടും. കാരണം പണ്ട് ഞാൻ ബ്ലോക്കിലേക്ക് മത്സരിച്ചപ്പോൾ എനിക്ക് 1100 വോട്ട് കിട്ടിയിരുന്നത്. വലിയ സംഭവം തന്നെ. അടുത്തത്, എന്നെപ്പോലെ ഒരു പ്രശസ്തനെ 2020 ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ തോറ്റുപോയത്. അവന്റെ കയ്യിലിരിപ്പുകൊണ്ടാണ് തോറ്റുപോയെന്ന് എല്ലാവർക്കും അറിയാം. അതിനെന്തിനായി വെറുതെ 2020 കുറ്റം പറയുന്നു? കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് രാജ്യത്തെ നിരവധി ഏജൻസികൾ എന്നെ ബന്ധപ്പെട്ടിരുന്നു. ഇവൻ വലിയ സംഭവമാണ്. ഇതുപോലെ തള്ളല്. അടുത്ത തള്ളല്, എന്നെ പോലെ പ്രശസ്തൻ തൃക്കാക്കരയിൽ മത്സരിച്ചപ്പോൾ സാബു ജേക്കബ് അവിടെ വന്നില്ല. അപ്പം ഇവൻ ജയിക്കണമെങ്കിൽ സാബു ജേക്കബ് അവിടെ വരണം, അല്ലേ? കേട്ടോ? മനസ്സിലായല്ലോ നിങ്ങൾ തള്ളല്. അടുത്തത് കേട്ടോ. എന്നെ പോലെ ഒരു പ്രശസ്തന് ഇനിയും ഒരുപാട് സാധ്യതകൾ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടെന്ന്. ഇപ്പൊ അവന്റെ ഉദ്ദേശം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പതിയെ കോൺഗ്രസിലേക്ക് ചേക്കേറണം. അടുത്ത കേട്ടോ. കൊട്ടാരക്കരയിൽ ഐഷാപൂറ്റിയേക്കാൾ ജനപിന്തുണ ഉള്ളയാളാണ് ഞാൻ. അത് ബിഗ് ബോസ് കണ്ടവർക്ക് മനസ്സിലാകുമോ? എന്ത് സംഭവമല്ലേ ഇവൻ. ഇവന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഇവന് ഒരിടത്തും ക്ലച്ച് പിടിക്കാതെ വന്നത്. ഇവൻ മാന്യമായിട്ട് കോൺഗ്രസ് നിന്നിരുന്നാൽ കോൺഗ്രസ്സുകാർ അവനെ നല്ല രീതിയിൽ കൊണ്ടുപോയാണ്. അവൻ ഉടനെ കൊട്ടാരക്കരയെ മത്സരിക്കണം, ഞാൻ വലിയ സംഭവമാണെന്ന് അവൻ പറഞ്ഞു. ഇവനെക്കാട്ടിൽ ഒന്നുമല്ലാത്ത എത്രയോ പേര് ഇടതുപക്ഷ കോട്ടയിൽ നിന്ന് വിജയിച്ചു. ഇപ്പൊ നമ്മുടെ സന്ദീപ് വാര്യരൊക്കെ നോക്കണം. കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ നിന്നാണ് അദ്ദേഹമൊക്കെ ജയിച്ചു വന്നത്. ഇവന് വലിയ സംഭവമാണ്. 2020 ആളായിട്ട് പോയി തൃക്കാക്കരയെ മത്സരിച്ചു. ഇവന്റെ വീരവാദമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിരുന്നു. ഇവനെ പോലെ ഇത്ര തള്ളൽ വിദഗ്ധൻ വേറെ ആരുമില്ല. തള്ളിന് കേരളത്തിൽ ഒരു സമ്മാനം കൊടുക്കുന്നെങ്കിൽ ഈ ഓണത്തിന് സമ്മാനം കൊടുക്കണം. അത് ഇവന് തന്നെ ട്രോഫി കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.